നമസ്കാരം. പാകിസ്ഥാനെ ഞെട്ടിച്ച് വീണ്ടും ഭീകരാക്രമണം. പാകിസ്ഥാനിൽ സൈനികർ സഞ്ചരിച്ചിരുന്ന വാഹനവ്യൂഹത്തിന് നേരെയാണ് ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ കനത്ത ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ആക്രമണത്തിൽ 90 സൈനികർ കൊല്ലപ്പെട്ടുവെന്നാണ് BLA അവകാശപ്പെട്ടിരിക്കുന്നത്. ബലൂചിസ്ഥാനിലെ നോട്ട്കയിൽ നിന്ന് മറ്റൊരു പ്രദേശത്ത് പോകുകയായിരുന്ന 8 ബസ്സുകളും 2 വാഹനങ്ങളും അടങ്ങുന്ന സൈനിക വ്യൂഹമാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. ആദ്യം സമീപ പ്രദേശങ്ങളിൽ ബോംബ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. പിന്നീട് 4 ഭാഗത്തു നിന്നും റോക്കറ്റുകൾ ബസ്സുകൾക്ക് നേരെ പതിക്കുകയായിരുന്നു. പൂർണ്ണമായും 2 ബസ്സുകൾ തകർന്ന് തരിപ്പണമായിരുന്നു. ഈ 2 ബസ്സുകളിലായാണ് 90 പാക് സൈനികർ ഉണ്ടായിരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചയിലാണ് പാകിസ്ഥാനിൽ ജാഫർ എക്സ്പ്രസ് BLA പിടിച്ചെടുത്തതും തുടർന്ന് നിരവധി പേരെ ബന്ദിയാക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അന്നും മരണപ്പെട്ട സൈനികരുടെ കൃത്യമായ കണക്കുകൾ പുറത്തുവിടാതെ നാണമില്ലാത്ത പാകിസ്ഥാൻ വളരെ കുറച്ചു പേർ മാത്രം കൊല്ലപ്പെട്ടുവെന്നാണ് പറഞ്ഞത്. എന്നാൽ യഥാർത്ഥ മരണനിരക്ക് BLA തന്നെ പിന്നീട് പുറത്തുവിടുകയായിരുന്നു. ഏതായാലും പാകിസ്ഥാൻ ഇപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ചാവേർ ബോംബാക്രമണമാണ് നടന്നത് എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പാകിസ്ഥാനിൽ നടക്കുന്ന 3ാമത്തെ ഭീകരാക്രമണമാണിത്. ബലൂചിസ്ഥാൻ താഴ്വരയിൽ വെച്ച് കെറ്റയിൽ നിന്ന് പെഷവാറിലേക്ക് പോവുകയായിരുന്ന ജാഫർ എക്സ്പ്രസ് എന്ന ട്രെയിൻ ബലൂച്ച് ലിബറേഷൻ ആർമി തട്ടിക്കൊണ്ടുപോയത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു. 450-ലധികം യാത്രക്കാരുമായി പോയ ട്രെയിൻ വീണ്ടെടുക്കാനായി BLAയും പാകിസ്ഥാൻ സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടലും നടന്നിരുന്നു. അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനയായ തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ ഖൈബർ പഖ്തുൻഖോ പ്രവിശ്യയിലെ ടാങ്ക് ജില്ലയിലെ ജൻഡോള സൈനിക ക്യാമ്പിലും ആക്രമണം നടത്തിയിരുന്നു. ഏതായാലും പാകിസ്ഥാനിലെ അവസ്ഥ ഇപ്പോൾ വളരെ ഗുരുതരമായിരിക്കുകയാണ്. ദാരിദ്ര്യം കൊടികുത്തു വാഴുകയാണ് അവിടെ. കൂടാതെ പണപ്പെരുപ്പം കൊണ്ട് ബുദ്ധിമുട്ടുകയുമാണ്. അതിനെല്ലാം പിന്നാലെയാണ് ഈ ആക്രമണങ്ങളും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പാകിസ്ഥാന്റെ ഒരു ഭാഗത്ത് താലിബാൻ കയറിയടിക്കുന്നു, മറുഭാഗത്ത് BLA പാക് സൈനികരെ തുരത്തി ഓടിക്കുന്നു. ഇന്ത്യയാകട്ടെ പാക് പിടിച്ചെടുത്ത ജമ്മു കാശ്മീരിന്റെ ഭാഗത്തെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു. അതിനായി സൈനിക സുരക്ഷയും ജമ്മുവിൽ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.